ഹലോ ഗായ്സ്, ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് തിരൂർ പൂരത്തിന് പോവാണ് കേട്ടോ. ബൈക്കമ്മയാണ് പോണത്, ബൈക്കല്ല സ്കൂട്ടറമ്മേ. ഞാനാണ് ഡ്രൈവർ. ഇനി വീഡിയോ എടുക്കണമൊക്കെ എൻ്റെ വീഡിയോഗ്രാഫർ ആരാധ്യ അപ്പോക്കാണ് കേട്ടോ. സ്റ്റാൻഡൊന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ആരാധ്യനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഈ വീഡിയോ പിടിച്ചെൻ്റെ അപ്പുമോനാണ് കേട്ടോ. അവൻ ഫ്രണ്ടിൽ പോയിട്ട് വട ക്യാമറാമാൻ, ഒരു രക്ഷയില്ല. തിരൂർ പള്ളിപ്പെരുന്നാളിനെ കഴിഞ്ഞും തിരൂർ പൂരം അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഏറ്റവും അടുത്തുള്ളതിൽ ഇത്തിരി ഏറ്റവും വലുതായിട്ട് നടക്കുന്ന പരിപാടിയാണിത്. അപ്പുറത്ത് പെരുന്നാളും ഞങ്ങളുടെ പള്ളിയിലൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ ഇടവക വളരെ ചെറിയ ഇടവകയാണ്. ഞാൻ ഉണ്ടായിരുന്നില്ല. ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാശ് ചിലവാണ വഴി അറിയില്ല. ആനേനെ എനിക്ക് പണ്ടേ പേടിയാണ്, അത് കാരണം ഞാൻ 1 കിലോമീറ്റർ അപ്പുറത്താണ് നിൽക്കുകയുള്ളൂ. അവറ്റിങ്ങൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ ആ സൈഡിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. ഞാൻ ഓടാൻ റെഡി ആയിട്ടാണ് നിൽക്കണത്. എനിക്ക് ഭയങ്കര പേടിയാണ് ആനേനെ. ആന അടുത്തുകൂടെ പോകണമൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ചാണ് നിന്നത്. ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കണ്ടോ, ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു, കാണാൻ മാത്രം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തിരൂർ പള്ളിപ്പെരുന്നാളിന് ഇതുപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് നല്ല രീതിയിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഈ പ്രാവശ്യം ഭയങ്കര ബോറായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ മാലകൾക്കൊക്കെ 50 രൂപയാണ് കേട്ടോ. അതിലൊരെണ്ണം ആരാധിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു. ഇതുവരെ അവളത് ഇടണ ഞാൻ കണ്ടില്ല കേട്ടോ. ഇതൊക്കെ 10 രൂപയുടെ കമ്മലുകളാണ് കേട്ടോ. അതിൽ നിന്ന് 5-8 ജോഡി ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. നല്ല ഭംഗിയുള്ള സ്റ്റഡുകളാണ്, നല്ല രസമുണ്ടായിരുന്നു. 10 രൂപയ്ക്ക് അത്യാവശ്യം നല്ല വർത്തായിട്ട് എനിക്ക് തോന്നി. അവിടെ ഭയങ്കര തിരക്കുമായിരുന്നു. ആ ചേട്ടൻ ഇങ്ങനെ പിള്ളേരുടെ അടുത്തൊക്കെ മാറി നിൽക്കാനൊക്കെ പറയുന്നുണ്ട്. ഞാൻ നൈസായിട്ടൊരു മൂലയിലേക്ക് മാറി നിന്നിട്ടാണ് ഞങ്ങൾ നോക്കിയത്. അടുത്ത ഐസ്ക്രീം കഴിക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. ഐസ്ക്രീമിൽ ഞങ്ങളൊക്കെ വാനില അതൊക്കെ പറഞ്ഞു, അതിൽ ആരാധന ഞങ്ങളെ ചതിച്ചു കേട്ടോ. ഈ ഐസ്ക്രീമിന് 80 രൂപയായിരുന്നു. എന്തോ ഒരു പേര് പറഞ്ഞു, ഞാനത് മറന്നുപോയി. ഞങ്ങൾ ബാക്കിയുള്ളൊരു വാനില അപ്പ് സ്ട്രോബെറിയാണ് കഴിച്ചത്. അത് കഴിച്ച് ഞങ്ങൾ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു. അവൾ ഐസ്ക്രീമിൽ ചതിച്ച കാരണം ഞങ്ങൾക്ക് അതിലൊക്കെ ഭയങ്കര പരാതി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാന്ന് തോന്നുന്നു, എനിക്കറിയില്ല അതിനെപ്പറ്റി. ഇവരൊക്കെ ഈ പേര് ഇവിടുന്ന് പഠിക്കുന്നത് എന്തോ. ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കണ്ടോ, ഭയങ്കര രസമുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് അവസാനിപ്പിച്ച് പോകുന്നു. ഗൈസ്, താങ്ക് യു സോ മച്ച്.